പാലക്കാട് പട്ടാമ്പിയിൽ ആനക്കൊമ്പുകളുമായി രണ്ടുപേർ പിടിയിലായി. രത്നകുമാർ, ബിജു എന്നിവരാണ് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളുകൾ. ആനക്കൊമ്പ് കൈമാറുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് തത്സമയം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. പട്ടാമ്പിയിലെ ഒരു ബാറിൽ വെച്ചാണ് ഈ ആനക്കൊമ്പ് കൈമാറുന്നതിനിടെ ഇരുവരും പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇവർക്ക് ആനക്കൊമ്പ് വിൽപ്പന നടത്തുന്ന ബിസിനസ് ഉണ്ടെന്നാണ് വനംവകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം. വനംവകുപ്പിന്റെ ഫ്ലൈയിങ് സ്ക്വാഡാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. രണ്ടുപേരാണ് പിടിയിലായത്. പട്ടാമ്പി വടക്കുംമുറി സ്വദേശി രത്നകുമാർ, മഞ്ഞളുങ്ങൽ സ്വദേശി ബിജു എന്നിവരെയാണ് വനംവകുപ്പ് പിടികൂടിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് 6 ചെറിയ ആനക്കൊമ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർക്ക് ഈ നാട്ടാനകളുടെ കൊമ്പ് മുറിച്ചെടുത്ത് വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ജോലിയാണ് എന്നാണ് സംശയിക്കുന്നത്. എന്നാൽ ആരാണ് ഈ നാട്ടാനകളുടെ കൊമ്പ് മുറിച്ചെടുത്ത് ഇവർക്ക് നൽകുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. ഇക്കാര്യം ചോദ്യം ചെയ്തു വരികയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KP ജിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇരുവരെയും പിടികൂടിയത്. ഇവർ ഈ ആനക്കൊമ്പ് കൈമാറ്റം പദ്ധതിയിട്ടിരുന്നത് പട്ടാമ്പിയിലെ ഒരു ബാറിൽ വെച്ചാണ്. ഈ വിവരം രഹസ്യമായി ലഭിക്കുകയും അവിടെ എത്തി ഇവരെ പരിശോധന നടത്തുകയും ചെയ്തതിൽ നിന്നാണ് ഈ ആനക്കൊമ്പ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ എത്തിച്ചു നൽകാൻ ഇരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്കെയിൻ.